ഈ ടൈറ്റിൽ വാർത്തകളെ തോൽപ്പിക്കുന്ന നോവലുകൾ, ഈ ടൈറ്റിലുമായി ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾക്കുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എഴുത്തുമേശയും എഡിറ്ററുടെ മേശയും രണ്ടാണ്. നമ്മളെ ന്യൂസിൻ്റെ ലോകത്ത് ജേർണലിസ്റ്റുകളുടെ ഭാഷയിൽ വാർത്തയ്ക്ക് സ്റ്റോറി എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള പേര് ഈ രണ്ട് തരം സ്റ്റോറിയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് വാർത്ത, രണ്ട് നോവലൊക്കെ എഴുതിയ എഴുത്തുകാരൻ്റെ ആ സ്റ്റോറി. മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാഷ്ടെ എൻമകജെ എന്ന നോവൽ ഒക്കെ നോക്കിയാൽ മാഷ ഒരു പത്രപ്രവർത്തകൻ്റെ റോളാണ് അതിലെടുത്തിരിക്കുന്നത്. മാഷ അതിനുവേണ്ടി എൻഡോസൾഫാൻ ബാധിത പ്രദേശങ്ങളിലൊക്കെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ്റെ അതേ രീതിയിലുള്ള ഒരു ഫാക്റ്റ് തേടിയുള്ള യാത്ര, അതുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ. ഇത് എൻമകജയുടെ മാത്രം കാര്യമല്ല, മാഷ്ടെ ഒട്ടനവധി നോവലുകളിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം മാഷോട് ചോദിക്കാം. മാഷ്, ഈ ഒരു എഴുത്ത്, അതായത് സാധാരണ ഒരു നോവലെഴുത്തിൽ നിന്നും വിഭിന്നമാണോ ഇത്തരത്തിലുള്ള ഒരു വാർത്തയിൽ നിന്നും ഒരു കാര്യം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എഴുതിയ ഒരു നോവലാണ് അത് എന്നത് നിസ്സംശയം പറയാം. ഈ എഴുത്ത് തമ്മിൽ മാഷ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എൻമകജ എന്ന നോവൽ എഴുതാൻ വേണ്ടി ഞാൻ ഒന്നും അന്വേഷിച്ച് പോയിട്ടില്ല. 10-25 വർഷമായിട്ട് ഈ എൻഡോസൾഫാൻ ദുരിത ബാധിത മേഖലകളിലൂടെ സഞ്ചരിക്കുകയും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും നിരന്തരം കാണുകയും സമരങ്ങളിൽ പങ്കെടുക്കുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരിക്കലും എഴുതുകയില്ല എന്ന് തീരുമാനിച്ച ഒരു നോവൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതാൻ ഇടവരികയും അങ്ങനെ ഒരു നോവൽ എഴുതുമ്പോൾ അതിൽ ഭാവന ഒട്ടും ഇല്ലാതിരിക്കുകയും പത്രവാർത്തകൾ എങ്ങനെയാണോ വരുന്നത് ആ വിധത്തിൽ യാഥാർത്ഥ്യത്തെ മാത്രം എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻഡോസൾഫാൻ വിഷയത്തിൽ സമരത്തിൻ്റെ ഭാഗമായി 70ഓളം ലേഖനങ്ങൾ എഴുതിയ സമയത്ത്, മിക്കവാറും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണത് കൂടുതലും വന്നിട്ടുള്ളത്, ഈ 70 ലേഖനങ്ങൾ ഞാൻ എഴുതിയത് സമരത്തെ ശക്തിപ്പെടുത്താനാണ്. പക്ഷേ ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആളുകൾ ഓർക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ആളുകളുടെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ എൻമകജ എഴുതുമ്പോൾ ആ വാർത്തകൾ പോലുള്ള അനുഭവങ്ങളെ ഫിക്ഷനാക്കി മാറ്റുമ്പോൾ അത് തരുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അസാധാരണമാണ്. പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു പോകുമ്പോൾ, പാഠപുസ്തകമാകുമ്പോൾ, ആളുകളിലേക്ക് എത്തുമ്പോൾ അത് ഒരു വലിയ ഹൃദയവേദനയായിട്ട് ആളുകൾ ഏറ്റെടുക്കുമ്പോൾ, ഇപ്പോൾ ഫിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഈ നോവലിൽ വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. ഭാവനാത്മകമായി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഒരുപക്ഷെ വിദൂരതയിലിരുന്നിട്ട് വായിക്കുന്ന ഒരാൾ എത്ര ഭാവനയാണ് ചേർത്തിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെടാം, ഒരുപക്ഷെ ഇപ്പോഴോ പിന്നീടോ. എന്നാൽ അതിൽ വരുന്ന വിചിത്ര രൂപഭാവങ്ങളുള്ള കുഞ്ഞുങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടുള്ള, അതിലൊരു റബ്ബർ ബേബി എന്ന പേരിലൊരു കുട്ടി വരുന്നുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുരങ്ങനാണ് എന്ന് തോന്നും. ഡോക്ടറുടെ ക്ലിനിക്കിലിരിക്കുമ്പോൾ, ഇപ്പോഴും സ്വർഗ എന്ന സ്ഥലത്ത് ഡോക്ടർ YS മോഹൻകുമാർ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ആ ക്ലിനിക്കിൽ 2008 കാലത്തിരിക്കുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും അവിടെ വന്നു. കുഞ്ഞിനെ 1ാം ക്ലാസ്സിൽ ചേർത്ത സന്തോഷം പറയാൻ വന്നതാണ്. എനിക്കെന്തോ സംശയം തോന്നിയിട്ട് ഞാൻ എഴുന്നേറ്റ് ഈ അമ്മയെ നോക്കുന്ന സമയത്ത്, കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് അമ്മ എടുത്തിരിക്കുന്ന കുഞ്ഞ് ഒരു മനുഷ്യൻ്റെ കുഞ്ഞാണ് എന്ന് എനിക്ക് തോന്നിയില്ല. ശരിക്കും ഒരു കുരങ്ങൻ്റെ ശരീരവും ശരീരചേഷ്ടകളും ആയിരുന്നു. അവർ പോയ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, ഈ കുട്ടിയെ കണ്ടാൽ ഒരു മനുഷ്യൻ്റെ കുഞ്ഞാണ് എന്ന് തോന്നുന്നില്ലല്ലോ. അന്നേരം ഡോക്ടർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, മാഷേ, ഇപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ശിശുവാണ് എന്നെങ്കിൽ കുറച്ച് തോന്നുന്നത്. ജനിച്ച കാലത്തൊക്കെ വളരുന്ന പ്രായത്തിൽ ഈ കുട്ടിയെ കണ്ടാൽ ശരിക്കും കുരങ്ങനെപ്പോലെ തന്നെ തോന്നുമായിരുന്നു. ഞാൻ ആകെ അന്തം വിട്ടുപോയി. കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ പരിണമിച്ച് മനുഷ്യനുണ്ടായി എന്ന പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുള്ള നമ്മൾ ഒറ്റയടിക്ക് ഒരു എൻഡോസൾഫാൻ പോലെയുള്ള ഒരു രാസ കീടനാശിനി മനുഷ്യനെ
അവൻ്റെ പരിണാമ സിദ്ധാന്തത്തെ ഒറ്റയടിക്ക് അട്ടിമറിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അതൊരു വാർത്തയായിട്ട്, ആ ഒരു സംഭവം ഒരു വാർത്തയായിട്ട് പോലും വന്നിട്ടില്ല. ഞാനത് നേരിട്ട് കണ്ടതാണ്. അതുപോലുള്ള കുഞ്ഞുങ്ങളെയും അതുപോലുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെയുമാണ് ഞാൻ നോവലിൽ അവതരിപ്പിക്കുന്നത്. നോവൽ എഴുതിയതിന് ശേഷമാണ് ഒരുപക്ഷെ എൻമകജ നോവലിലുള്ള ദുരന്താനുഭവങ്ങളുടെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി വേദനാജനകമായ അനുഭവങ്ങൾ എനിക്ക് കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ നോവലിലെ കഥാപാത്രങ്ങളായ കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് മരിക്കുന്ന സമയത്ത് പോയി കാണേണ്ടി വന്ന നിർഭാഗ്യമുണ്ടായ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് എൻമകജയുടെ പ്രഹരശേഷിയുടെ എത്രയോ ഇരട്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വാർത്ത എന്ന് പറയുമ്പോഴത് പെട്ടെന്ന് കടന്നു പോകുന്ന, ഒരു ദിവസം കൊണ്ട് കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. പക്ഷെ അത് ഫിക്ഷനായിട്ട് വരുമ്പോൾ അത് വല്ലാതെ മനസ്സിൻ്റെ അടിവേരുകളെപ്പോലും ഇളക്കുന്ന മട്ടിൽ ആഴത്തിലേക്ക് പോകുന്ന വേദനയുടെ അനുഭവങ്ങളായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷ് പറഞ്ഞതുപോലെ ഈ ന്യൂസ് ഡെസ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ ചിലപ്പോൾ മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്ത, നെഞ്ചിലേക്ക് കുത്തിക്കൊള്ളുന്ന അനുഭവങ്ങൾ ഉൾച്ചേരുന്ന വാർത്തകൾ കാണും. ചിലതൊക്കെ നമ്മൾ പ്രസിദ്ധീകരിക്കും, ചിലപ്പോൾ അതൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. സൂസന്നയുടെ ഗ്രന്ഥപുര എഴുതുമ്പോൾ അതിൽ നേരിട്ടല്ലെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് വാർത്താനുഭവങ്ങൾ അതിൽ ഉൾച്ചേർന്നതിനെ പറ്റി ശ്രീ അജയ് പി മങ്ങാട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എഴുത്ത് രീതിയെപ്പറ്റി ഒന്ന് പങ്കുവെക്കാമോ? നമസ്കാരം. ഇതിൽ നമ്മൾ വാർത്തകളെ തോൽപ്പിക്കുന്ന നോവലുകൾ എന്നാണല്ലോ ഇത് നമ്മളിതിനൊരു പേരിട്ടിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വാർത്തകൾ എന്നുള്ളത് ശരിക്കും നമ്മുടെ റിയാലിറ്റിയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള കാര്യമാണ് നമ്മൾ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ റിയാലിറ്റിയേക്കാൾ വലുതല്ല ശരിക്കും ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. കാരണം റിയാലിറ്റിയുടെ ഒരു ചെറിയൊരു അംശമാണ് ഫിക്ഷനിൽ വരുന്നത്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയുടെ ഒരു ഭയാനകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരവസ്ഥയെ അത് ശരിക്കും ഇൻടോളറബിളാണ്, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാർത്തയ്ക്കകത്തെ ആ ഒരു മാനുഷിക ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അത് നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ആ സംഭവങ്ങളാണ് വാർത്തകൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. ഓരോ ദിവസവും വാർത്ത തലേന്ന് നമ്മൾ കേട്ട വാർത്ത അല്ലെങ്കിൽ വായിച്ച വാർത്തയേക്കാൾ ഭയാനകമോ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതോ ആണ്. ആ രീതിയിൽ അത് വളരെ ഇൻടോളറബിളാണ്, സഹിക്കാൻ പറ്റില്ല, അസഹനീയമാണ്. അസഹനീയമായിട്ടുള്ള ഒന്നിനെ സഹനീയമാക്കുകയാണ് ശരിക്കും ഫിക്ഷൻ ചെയ്യുന്നത്, നോവൽ ചെയ്യുന്നത്. നോവലിൽ നമ്മൾ അതുകൊണ്ടാണ് ബഷീർ പറഞ്ഞ ബഷീറിൻ്റെ അനുഭവങ്ങളുടെ ഒരു ചെറിയൊരു പങ്ക് പോലും അദ്ദേഹത്തിന് എഴുതാൻ പറ്റുകയാണ്. ഈ അനുഭവങ്ങളുടെ ഒരു റിയാലിറ്റിയുടെ ഒരു തീവ്രത ഫിക്ഷന് എത്ര വലിയ ഫിക്ഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ അത് വായനക്കാരന് സഹനീയമാക്കുക നമ്മൾ ചെയ്യുന്നത്. അതായത് വലിയൊരു യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ സഹിക്കാവുന്ന രീതിയിൽ അതിൻ്റെ കയ്പ്പ് നമുക്ക് കുടിക്കാവുന്ന രീതിയിലാക്കിയെടുക്കുകയാണ് ഫിക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനൊരു ചെറിയ സുഖവും കിട്ടുന്നുണ്ട്. ആ സുഖം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ യാഥാർത്ഥ്യം നമുക്കൊരു സുഖം തരുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാർത്ത നമ്മൾ ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ നിരന്തരമായിട്ട് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓരോ ദിവസവും ഓരോ പുതിയ സംഭവങ്ങൾ വാർത്ത കൈകാര്യം ചെയ്യുന്നതിലൊരു എക്സൈറ്റ്മെൻ്റ് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മളതിൻ്റെ ജോലി തുടങ്ങുന്ന കാലത്തുണ്ട്. എപ്പോഴും ജോലിയിൽ വരുന്ന കാലത്ത് ഇപ്പോൾ ഒരു 10-27 വർഷം ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതുപോലൊക്കെ ഒരു 25 വർഷം 26 വർഷം ചെയ്ത് അത് അവസാനിപ്പിച്ച ഒരാളാണ്. അതിലൊരു ഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു തോത് കുറഞ്ഞു വരും. അതായത് നമ്മളിതിനെ ഭയങ്കരമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് കാണാൻ തുടങ്ങും സംഭവങ്ങൾ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ നടുക്കം ഫീൽ ചെയ്യില്ല. ഒരു വലിയ സംഭവം നമുക്കറിയാം, പക്ഷേ നമ്മുടെ ആ ഒരു നടുക്കം നമുക്കുള്ളിൽ ഫീൽ ചെയ്യില്ല. ഈ നടുക്കം ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, ഫിക്ഷൻ എഴുതാൻ പറ്റുള്ളൂ. ഒരു വലിയ തോതിലുള്ള നടുക്കം നമുക്ക് തുടക്കത്തിലുണ്ടാവും. ഒരു വലിയ നമ്മളറിയാം, നമ്മൾ പത്രത്തിലൊരു വാർത്ത വായിക്കുമ്പോൾ അയ്യോ എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊരു സംഭവം, ഒരു ഭയങ്കര സംഭവം ഇങ്ങനെ ആ വാർത്താവതാരകം വായിക്കുമ്പോൾ നമുക്കൊരു ഞടുക്കം വന്നിട്ട് ദൈവമേ എന്നൊക്കെ നമ്മൾ വിളിച്ചു പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് ആദ്യം നമുക്കുണ്ടാവും. പക്ഷേ പത്രപ്രവർത്തനത്തിൽ സ്ഥിരപരിചയമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിനകത്ത് സ്ഥിരമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അത്
നമുക്ക് അതിൻ്റെ വലിപ്പം അറിയാമെന്നല്ലാതെ അതിൻ്റെ ഒരു വേദന നമ്മളിൽ നിന്ന് ചോർന്നു പോകും. ഒരു എഴുത്തുകാരനത് ഭയങ്കര ചലഞ്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സൂസനയുടെ ഗ്രന്ഥപ്പുര ഞാൻ എഴുതുമ്പോൾ അതിൽ വാർത്താധിഷ്ഠിതമായിട്ടുള്ളൊരു പുസ്തകമല്ല അത്. പക്ഷേ അതിൽ ഞാൻ ഇത്തരത്തിൽ എനിക്ക് ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എനിക്ക് ഞാൻ കണ്ട ചില സംഗതികൾ അതിനകത്ത് ചില ഭാഗത്ത് ചില അനക്ഡോട്ട്സ് ആയിട്ട് ചില സന്ദർഭത്തിനെ കുറച്ചും കൂടെ ഒരു ഫിക്ഷണലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സംഗതിയുടെ ഒരു ഭയാനകത അതിനകത്തേക്ക് എഴുത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഓരോ തവണയും നമ്മളത് എഴുതുമ്പോൾ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഒരു അസംബന്ധത്തെ ഒരിക്കലും നമ്മൾ ഫിക്ഷനിലേക്ക് അങ്ങനെ ആ ഒരു അസംബന്ധത്തിൻ്റെ ആ റിയാലിറ്റിയെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല, നമ്മളതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നി. ശ്രീ ഇന്ദുഗോപനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പത്രപ്രവർത്തകൻ്റെ വേഷം അഴിച്ചു വെച്ചു, മുഴുവൻ സമയ എഴുത്തുകാരനായി. ഈ വാർത്തകളുടെ ഈ ക്രൂരമായ നമ്മൾ ഇടപഴകി ഈ ഞെട്ടാനും ആശ്ചര്യപ്പെടാനുള്ള ആ ബൾബ് അടിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആ ഒരു മടുപ്പിൽ നിന്നാണോ മുഴുവൻ സമയ എഴുത്തുകാരനായി കളയാം എന്ന തീരുമാനം വരുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം പറയട്ടെ, ഞാൻ അജയ് പി മങ്ങാടും ഞങ്ങൾ 10-25 വർഷം സഹപ്രവർത്തകരായി ജോലി നോക്കിയിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചൊരു യാദൃശികത എന്ന് പറയുന്നത് പിന്നെ ശ്രീ അംബിക സുധൻചാട്ടൻ്റെ ജ്യേഷ്ഠനായ ബാലകൃഷ്ണൻ മങ്ങാട് സാറ് ഞങ്ങളുടെ സഹപ്രവർത്തകൻ ആയിരുന്നു. അദ്ദേഹവുമായി ഇത് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം സ്വയം ഒരു കഥാകൃത്ത് കൂടിയായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻസൊക്കെ അദ്ദേഹത്തിന് മദ്രാസിലെ ലേഖകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ യാദൃശ്ചികത ഈ വാർത്തയെ സംബന്ധിച്ച് വാർത്ത എങ്ങനെ ഫിക്ഷൻ ഉള്ള ഒരു കണ്ടൻ്റായി മാറുന്നു എന്നുള്ള ഈ സെഷനിൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ അജയ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ പറയാം. അജയ് ഒരു തിയറിസ്റ്റാണ്. അജയ് ഒരു ഫിക്ഷൻ്റെ വലിയ ആരാധകനും അതിനെ അപഗ്രഥിക്കുന്ന ആളെന്നുള്ള നിലയിൽ നിന്നാണ് പിന്നീട് നോവലിസ്റ്റായിട്ട് മാറിയത്. അപ്പം അജയ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് യാഥാർത്ഥ്യത്തിൻ്റെ അതിതീവ്രമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്കതിനെ ഫിക്ഷനാക്കി പരിവർത്തനം ചെയ്യാനായിട്ടുള്ള കാര്യം എളുപ്പമല്ല എന്നുള്ളത് അത് വളരെ വാസ്തവമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഈ അനുഭവങ്ങളുടെ ഒരു വല്ലാത്ത ഒരു റിവർബറേഷനെ ഫിക്ഷന് താങ്ങാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. ഇപ്പം നമ്മുടെ അനുഭവങ്ങൾ വലിയ തീവ്രമായ അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാര്യമില്ല. അതിനൊരു സൗന്ദര്യാത്മകതയിലേക്ക് നിവർത്തി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുള്ളതൊരു അനുശീലനം അത് വേറൊന്നാണ്. അതുകൊണ്ടാണ് പലരുടെയും ഒരു ഈസ്തറ്റിക്സ് ഈ നോവൽ എഴുതുമ്പോഴത്തേക്ക് മാറിയിരിക്കുന്നത്. ഒരേ വിഷയത്തിനെ സംബന്ധിച്ച് എഴുതുകയാണെങ്കിൽ കൂടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും അജയും കൂടെ ഈ 2019 പ്രളയം ശേഷം കഴിഞ്ഞിട്ട് ഇടുക്കിയിൽ പ്രളയം ഉണ്ടാക്കിയ വലിയ അപകടങ്ങളുടെ പിന്തുടർന്നുള്ളൊരു യാത്ര പോയത് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ ഒരാളിങ്ങനെ താഴെ ഇങ്ങനെ ഉരുൾപൊട്ടിപ്പോയൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ആ മലയുടെ മുകളിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. അത് മൊത്തം കടപുഴുകിക്കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഇവിടെ വന്നത്. എന്നിട്ട് അയാൾ താഴെ എന്നിട്ടൊരു ചെറിയ സംഗതി എടുത്ത് കാണിച്ചു. അതിൻ്റെ അകത്തൊരു നഖം ഇങ്ങനെ ഇരിപ്പുണ്ട്, നഖം. അപ്പോൾ അയാൾ പറഞ്ഞു, ആ മലയ്ക്കകത്തിൽ ഉണ്ടായിരുന്ന ആ വലിയ വൃക്ഷത്തിൽ നിറയെ കുരങ്ങന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അത് താഴെ വന്നപ്പോഴത്തേക്ക് ആ മരം എന്ന് പറയുന്നത് ഒരു മരത്തോലുകൾ മാത്രമായി മാറുകയും അതിൻ്റെ അകത്തിൽ ഉണ്ടായിരുന്ന ഈ കുരങ്ങന്മാരുകളിൽ ഒരാളുടെ നഖമാണ് ഇതെന്ന് പറയുന്നൊരു സാധനം വരുന്നത്. ഇത് ആണ് ഇതിൻ്റെ ഈ വാർത്ത അല്ലെങ്കിൽ സംഭവം ഉണ്ടാക്കുന്ന ആഘാതം. ഇതിനെ നമുക്ക് ഈ ഫിക്ഷനാക്കി പരിവർത്തനം ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇതേ യാത്ര ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഈ ആഘാതം. ഞങ്ങൾ ഈ പോയൊരു സമയത്ത് ഒരു വലിയ മൺകൂന ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിയിൽ ഒരു കുടുംബം അകപ്പെട്ടു പോയി. ഇപ്പം ഞങ്ങൾ വന്നതിന് കുറച്ച് നേരം മുമ്പ് ഒരു
ആ വീട്ടിൽ അവശേഷിക്കുന്ന ഒരാളിനെ ഒരു പയ്യനെ അവൻ എറണാകുളത്ത് വന്നിട്ട് പഠിക്കുകയായിരുന്നു. അവനെ അവിടെ കൊണ്ടുവന്നു. കുറച്ച് പത്രക്കാരെല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പോൾ പയ്യൻ അവിടെ മൂർച്ഛിച്ച് വീണുപോയി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയും പെങ്ങളും അവരും എല്ലാം ഈ ഭൂമിക്കടിയിൽ തന്നെ കിടക്കുക. അവരെ പുറത്തേക്ക് എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല. അതിൻ്റെ മുമ്പിലാണ് ഇവൻ നിൽക്കുന്നത്. അപ്പം വാർത്ത നമ്മൾ സമാഹരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ റിയാലിറ്റിയെ വെച്ചുകൊണ്ട് നമ്മൾ വാർത്ത ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപാകങ്ങളും കൂടാണ് ഈ ഇത്തരത്തിലുള്ള സംഗതി. അപ്പോൾ അതിനെ ഫിക്ഷനാക്കാൻ ഞാൻ പറഞ്ഞില്ല, അതിനെ എടുത്തിട്ടുള്ള ഒരു വേറൊരു വലിയ പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മണൽ ജീവികളെന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയപ്പോൾ അതിൻ്റെ എൻഡ് ഈ കടലും കായലും കൂടെ തീർന്നു പോകുന്നതാണ്. അത് ഈ അന്ന് ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സമയത്ത് ഞാൻ ഈ എർത്ത് സയൻസുകാർ തന്നൊരു ഇൻഫർമേഷനാണ്. കേരളത്തിൽ ആദ്യം കടലാക്രമണം വന്നു കഴിഞ്ഞാൽ ഇല്ലാതാവുന്നൊരു മേഖല ഞാൻ ആ കഥയുടെ പരിസരത്ത്, അങ്ങനെയാണ് ഞാൻ ആ നോവലിലേക്ക് പോകുന്നത്. ആ നോവലിൻ്റെ എൻഡ് അങ്ങനെയായിരുന്നു. തൊട്ടടുത്ത വർഷം സുനാമി ഈ ഭാഗത്തെ ആക്രമിക്കുകയും 130 പേര് അവിടെ ഇല്ലാതായി പോവുകയും ഈ നോവലിൻ്റെ നിർമ്മാണവശാൽ നമ്മളവിടെ ചെന്ന് താമസിച്ച് അവിടുത്തെ മനുഷ്യരെ പഠിച്ചതിൽ പല മനുഷ്യരും ഇതിൽ പെട്ടുപോവുകയും ചെയ്യുന്ന ഒരു ഷോക്കുണ്ട് ഈ ഷോ. അപ്പോൾ ഈ ഷോക്കിനെ തുടർന്നുകൊണ്ടുള്ള ഇതിൻ്റെ ആഫ്റ്റർ ഷോക്കിനെ ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് തിരുനെൽവേലി വേളാങ്കണ്ണി വരെയുള്ള ഈ ഇതിൻ്റെ ബാധിത പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിക്കുക. സുനാമി ബാധിത പ്രദേശങ്ങൾ. അപ്പോൾ കുളച്ചലൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ പിന്നെ ശവക്കോട്ട, നമ്മൾ ഈ പറഞ്ഞ ശവക്കോട്ടകൾ പൊട്ടിത്തെറിക്കുക എന്ന് വെച്ചാൽ ഈ ഒരുമിച്ച് കൂട്ടിയിട്ട് സംസ്കരിക്കുന്നത് കാരണം ഇത് പൊട്ടിത്തെറിക്കുക. അങ്ങനെ അവർ ഈ നമ്മുടെ എയർ പോകാനായിട്ടുള്ള ബാത്റൂംസിനൊക്കെ വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ കുത്തി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്തിടയ്ക്കൊരു പത്രപ്രവർത്തകൻ്റെ, അപ്പോൾ ഞാനിത് കണ്ടു. പിന്നീട് അടുത്തിടയ്ക്ക് ഇതുപോലൊരു ഫംഗ്ഷന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ദേശാഭിമാനിയുടെ വേറൊരു ലേഖകൻ പറഞ്ഞു, ഞാൻ അതിന് ശേഷമുള്ള ഒരു പ്രക്രിയ ഞാനിങ്ങനെ കണ്ടിരുന്നു. വാർത്തയും അതിൻ്റെ സ്രോതസ്സിനെയും പിന്നാലെ പോകുന്ന പത്രപ്രവർത്തകർ കാണുന്നതാ. അതിൽ നിന്നുള്ള പിന്നെ വലിയ സംസ്കരണം, അതാണ് നേരത്തെ അജയ് പറഞ്ഞ മാതിരിയുള്ള. പിന്നെ ഇതിനെ നമ്മളൊന്ന് നോർമലൈസ് ചെയ്യുന്നൊരു ഭയങ്കര പ്രക്രിയയുണ്ട്. യാഥാർത്ഥ്യമല്ല ഒരു കാരണവശാലും. ഒരു സാധനം കൂടെ പറഞ്ഞ് നിർത്തിക്കോളാം. യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഞാനൊരു എഴുതിയൊരു കള്ളൻ്റെ ആത്മകഥ എഴുതിയപ്പോഴത്തേക്ക് അതിനകത്ത് കള്ളനാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലുള്ള എൻ്റെ ഒരു പിന്നെ അച്ഛൻ്റെ അനിയൻ, അദ്ദേഹത്തിൻ്റെ അമ്മുമ്മയുടെ കയ്യിൽ നിന്നുള്ള ചെറിയൊരു പൈസ എടുത്തുകൊണ്ടാണ് പുള്ളി ഒളിച്ചോടിപ്പോയി രക്ഷപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം ഇത് മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ കളിക്കൂട്ടുകാരൻ ഇപ്പുറം നിൽക്കുക. ഒരു 25 വർഷത്തിന് ശേഷം ഈ മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾ ജയിലിലെ തടവുകാരുടെ വെൽഫെയർ ഓഫീസറായിട്ട് സെൻട്രൽ ജയിലിൽ പിന്നെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സെല്ലുകളിൽ ഒന്നിൽ നിന്ന് വളരെ ദുർബലമായൊരു വിളി കേൾക്കുകയാണ്. ഇയാളെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നൊരു വിളി. നോക്കിയപ്പോൾ അതൊരു തടവുകാരനാണ്. അപ്പം നീ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ ഒരാൾ തടവുകാരനായിട്ട് അകത്ത് കിടക്കുകയും മറ്റേയാൾ പുറത്ത് നിൽക്കുകയും ചെയ്യുന്നത്. ഇത് ഫിക്ഷനല്ല, ഇത് ലൈഫാണ്. നമ്മൾ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത്. ഫിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സാധനവും ലൈഫ് എന്ന് പറയുന്നത് എന്നുള്ള നേരെ തിരിച്ചാ സത്യത്തിൽ. അതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു. മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാഷെ ഒരു പരിസ്ഥിതിയുടെ വിഷമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ. മാഷ് നോവലിസ്റ്റ് എഴുത്തുകാരനായി നിൽക്കുമ്പോഴും മാഷിൻ്റെ കഥകളിലും നോവലുകളിലും പരിസ്ഥിതി ഒരു പശ്ചാത്തലമല്ല, നേരെ മറിച്ച് വിഷമങ്ങൾ, വിങ്ങിപ്പൊട്ടലുകളൊക്കെയുള്ള ഒരു കഥാപാത്രമാണ്. മാഷിൻ്റെ എഴുത്തുകളിൽ എങ്ങനെയാണ് ഈ ഒരു പരിസ്ഥിതി ഇങ്ങനെ ഒരു കഥാപാത്രമായി വരാനുള്ള ആ കാരണം എന്താണ്? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു പക്ഷേ കുട്ടിക്കാലം മുതലേ പ്രകൃതിയെ വളരെയധികം ശ്രദ്ധിക്കുകയും നടക്കുമ്പോൾ ചെറുജീവികൾ കൊല്ലപ്പെടാതിരിക്കാൻ കുട്ടിക്കാലം മുതൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് ഒരു പക്ഷേ എൻ്റെ ബ്ലഡിൽ ജൈന ബൗദ്ധ മതങ്ങളുടെ സ്വാധീനം ഏതോ തലത്തിലുണ്ട് എന്ന് കുടുംബ തറവാടുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ചരിത്ര കൊതുകുകയെപ്പോലെ അന്വേഷിച്ചു പോയപ്പോൾ, കാരണം എന്നെ അമ്മയുടെ തറവാട്ടിലെ തെയ്യങ്ങൾ വിളിക്കുന്നത് ബല്ലാൾക്കളെ എന്നാണ്. ബല്ലാള സമുദായം പുരാതന കാലത്ത് ജൈന സമുദായത്തിൻ്റെ തുടർച്ചയും അഹിംസാവാദികളുമായിരുന്നു.
പിതാവിൻ്റെ തലമുറയിലെ തെയ്യങ്ങൾ എന്നെ അകമ്പടി എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് എത്തിച്ചേരുന്നത് ഒരു ബൗദ്ധ പാരമ്പര്യത്തിലാണ്. ഇങ്ങനെ കുറേ സ്വന്തമായിട്ട് ചില ഗവേഷണങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു പാരമ്പര്യം കൊണ്ടായിരിക്കാം ജന്മന ഈ ഒരു രീതിയിൽ ഒന്നും ഭൂമിയുടെ അവകാശികളാണെല്ലാം എന്ന് ബഷീർ പറയുന്നത് പോലെ എല്ലാ ജീവികൾക്കും ഉള്ള ഇടമായി തീരണം. ഏറ്റവും ഒടുവിൽ സുറുമി എന്നൊരു കഥ 2-3 ആഴ്ച മുമ്പ് എഴുതുമ്പോൾ, പാതാളത്തവളകളെക്കുറിച്ചൊരു കഥ എഴുതുമ്പോഴും നമ്മളിവിടെ അധികപ്പറ്റാണ് എന്നൊരു തോന്നലുണ്ടാവുന്നത്, അല്ലെങ്കിൽ 2 മത്സ്യങ്ങൾ എന്ന കഥയിൽ പ്രകൃതിക്ക് പറ്റിയൊരു വലിയ തെറ്റാണ് മനുഷ്യനെന്ന് അതിലൊരു കഥാപാത്രം പറയാനിട വരുന്നതും ഒക്കെ, അല്ലെങ്കിൽ എൻമകജയിലെ നോവലിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന സന്ദർഭങ്ങളും ഒക്കെ തന്നെ പ്രകൃതിക്ക് എല്ലാവരും തുല്യരാണ്, മനുഷ്യന് പ്രത്യേകമായിട്ട് അവകാശമില്ല എന്നുള്ള, ഭൂമി നമ്മുടേതല്ല, നാം ഭൂമിയുടേതാണ് എന്ന് സിയാറ്റിൽ മൂപ്പൻ പറയുന്നൊരാശയം ഉള്ളിൽ ഉണ്ടാകുന്നതിനും എത്രയോ മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ തൊണ്ടച്ചൻ തെയ്യം, വയനാട്ട് കുലവൻ തെയ്യം പറയുന്ന അരിഞ്ഞിട്ട് കുടിക്കല്ലേ, കറന്നിട്ട് കുടിക്കേ എന്ന് തെയ്യം പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ പാരമ്പര്യം കൊണ്ടും സാഹചര്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ തന്നെ ഈ ഒരു പരിസ്ഥിതിയുടെ ഭാഗമാവാൻ തുടർന്നത് കൊണ്ടായിരിക്കാം അല്ലോഹലൻ എന്ന നോവൽ എഴുതാനിരിക്കുമ്പോൾ ഇതിൽ പരിസ്ഥിതിയുടെ ഒരു വരി പോലും കടന്നു വരരുത് എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ആ നോവൽ എഴുതാൻ തുടങ്ങിയതെങ്കിലും എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ നിറയെ പരിസ്ഥിതി വന്നത് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ നിന്നും ഇത് എഴുത്തിലൂടെ കടന്നു വരുന്നുണ്ട്, എത്ര തടയാൻ ശ്രമിച്ചാലും വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നോട് ഒരു വളരെ പ്രശസ്തനായ ഒരു സുഹൃത്ത്, എഴുത്തുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 15 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി നീ പരിസ്ഥിതി എഴുതരുത്, നിനക്ക് മോശം ബ്രാൻഡ് വരും. എൻ്റെ ഏറ്റവും അടുത്തൊരു പ്രിയപ്പെട്ട ഒരാളാണ്, വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. അന്ന് പരിസ്ഥിതി കഥ എഴുത്ത് നിർത്തണമെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷമാണ് എൻ്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ചിന്നമുണ്ടിയും നീരാളിയനും 2 മത്സ്യങ്ങളും പ്രാണവായുവും പെറ്റോടുവിൽ സുറുമിയും ഒക്കെ വന്നത്. അപ്പോൾ എഴുതണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നും ഇത് പിന്നെയും പിന്നെയും വരുന്നത് ഏതോ പാരമ്പര്യത്തിൻ്റെ ഘടകം, അഹിംസയുടെ ഒരു ഘടകം നമ്മുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ അണയാത്തൊരു തീ കത്തിക്കുന്നത് കൊണ്ടായിരിക്കാം. ഈ ബല്ലാളന്മാർ താമസിച്ചിരുന്ന എൻമകജെ ഗ്രാമത്തിലെ ആളുകൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ മടിച്ചിരുന്നവരാണ്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളൊക്കെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കും, പക്ഷേ ആ ജനത സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിരുന്നില്ലത്രേ, പ്രാണികൾ ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സമൂഹം ജീവിച്ചിരുന്ന സ്ഥലത്താണ് നമ്മൾ 25 കൊല്ലക്കാലം എൻഡോസൾഫാൻ പോലുള്ള അതിഭീകരമായ രാസകീടനാശിനി കോരി ഒഴിച്ചിട്ട് കോടാനുകോടി ജീവികളെ കൊന്നത്. മനുഷ്യർ മാത്രമല്ല, കോടാനുകോടി. അവിടെ ആദ്യം സമരം ചെയ്തത് പരിസ്ഥിതി പ്രവർത്തകരൊന്നുമല്ല, ഉക്കിനടുക്കയിലെ തേനീച്ച കർഷകരാണ് സംഘടിച്ചതും സമരം ചെയ്തതും. അവരുടെ തേനീച്ച മൊത്തം ഈ വിഷം സ്പ്രേ ചെയ്യുന്ന സമയത്ത് കൊല്ലപ്പെടുന്നു. തേനീച്ചകൾ മുഴുവൻ, എല്ലാ കൂട്ടിലെ തേനീച്ചയും ചത്തുപോകുന്നു എന്നുള്ളത് കൊണ്ട് അവരാണ് സമരം തുടങ്ങിയത്. പിന്നീടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെടുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ ഏത് തരത്തിലാണ് ഇത്തരം അധിനിവേശ പ്രവർത്തനങ്ങൾ ബാധിക്കുന്നത്, എത്രമാത്രം. ഇവിടെ നിന്നും എറണാകുളത്ത് നിന്നും ഹെലികോപ്റ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട്, പറത്താൻ വേണ്ടിയിട്ട് അവിടെ പോയി താമസിച്ച് പിന്നീട് രാജപുരത്തു നിന്നൊക്കെ പുലർച്ചെ ജീപ്പിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ജീപ്പ് ഡ്രൈവർ കണ്ട ചില കാഴ്ചകൾ പറയും. തലേന്ന് വിഷം തളിച്ചിട്ടുണ്ട്. ഈ കാടിന് നടുവിലൂടെയുള്ള ഈ പാതയിലൂടെ, റോഡിലൂടെ വരുന്ന സമയത്ത് ഈ ഡ്രൈവർ കാണുന്നത് വഴിയിലാകെ ജീവികൾ പകുതി ചത്തും ചാവാതെയും, പാമ്പുകളും മുള്ളൻ പന്നികളും കീരികളും മറ്റൊരുപാട് 100 കണക്കിന് ജീവികളിങ്ങനെ പകുതി ചത്തും ചാവാതെയും കിടക്കുന്ന ദൃശ്യമാണ്. എൻഡോസൾഫാൻ വിഷമല്ല എന്നൊക്കെ പറയാനും അതിനുവേണ്ടി വാദിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഈ 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ വീടുകളിൽ പോകുമ്പോൾ, അവരുടെ അമ്മമാരുടെ നെഞ്ചിലെ വേദന കാണുമ്പോൾ, തീ കാണുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് എത്രയോ അപ്പുറമാണ്. അങ്ങനെ എത്രയോ കണ്ടതിന് ശേഷമാണ് ഞാൻ എൻമകജെ എഴുതിയിട്ടുള്ളത്. എൻമകജെ എഴുതാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് പോവുകയോ അതിൻ്റെ വിവരം ശേഖരിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാം എൻ്റെ ഉള്ളിലുള്ള അതിലെ കഥാപാത്രങ്ങളെല്ലാം. ഒരുപക്ഷെ ഭാവിയിൽ അതിലെ പ്രധാന കഥാപാത്രമായ ആ കുഞ്ഞ് എൻ്റെ ഭാവനയാണെന്ന് ആളുകൾ പറയുമായിരിക്കും. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ഒരു പരിസ്ഥിതി സർവേയിൽ ഞാൻ തന്നെ എൻ്റെ കോളേജിലെ 2 കുട്ടികളോട് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞ്, ജില്ലാ പരിസ്ഥിതി സമിതിയാണ് സർവേ നടത്തുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞിട്ട് കോളേജിൽ നിന്ന് വന്ന 2 കുട്ടികളോട്, പെൺകുട്ടികളോട് പിന്നാമ്പുറത്തൂടെ കയറി നോക്കാൻ പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ആ ചെറുപ്പക്കാരി അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. കണ്ടാൽ ഒരു 2-3 മാസം പ്രായം തോന്നിക്കും.
എത്ര വയസ്സായി എന്ന് ഞാൻ ചോദിച്ചു, എത്ര മാസമായി? അപ്പം അമ്മ സത്യം പറഞ്ഞു, 3.5 വയസ്സായി. 3.5 വയസ്സായ കുഞ്ഞാണ് ഇങ്ങനെ 3 മാസമായിട്ട് കിടക്കുന്നത്, കൈ പതുക്കെ അനക്കുന്നതേ ഉള്ളൂ. മുടി മൊത്തം നരച്ചു പോയിരിക്കുന്നു. വാർദ്ധക്യത്തിൽ മാത്രം നരക്കേണ്ട മുടി മുഴുവൻ നരച്ചു പോയിരിക്കുന്നു. ശരീരം മുഴുവൻ വ്രണങ്ങളാണ്, തൊണ്ട തുറന്നിട്ടില്ല, 1 സ്പൂണ് വെള്ളമാണ് ഒരു ദിവസത്തെ ഭക്ഷണം. ഇത് ഫിക്ഷനല്ല, ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങൾ മാത്രമേ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വാർത്തകളുടെ ഒരു ലോകം സത്യമായിട്ട് അവിടെ കിടപ്പുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമ്മെ നടുക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നേരത്തെ ഡോക്ടറിനോട് പറഞ്ഞല്ലോ, കുഞ്ഞ് ശരിക്കും കുരങ്ങനെ പോലെ തന്നെയായിരുന്നു, വാലില്ല എന്നുള്ളൊരു വ്യത്യാസം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഡോക്ടറെ, ചെറിയ അമ്മമാരിങ്ങനെ ചെറിയ 3-4 വയസ്സായ പെൺകുട്ടികളെ കൊണ്ടുവരും, തൊടയിലൂടെ ചോര ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവർക്കറിയുന്നില്ല എന്താണെന്ന്. കുഞ്ഞുങ്ങൾക്ക് പീരീഡ്സായി എന്ന് പറയാൻ പറ്റില്ലല്ലോ, 3-4 വയസ്സായതേ ഉള്ളൂ. ഞാനെന്താ ചെയ്യേണ്ട മാഷയെന്നും പറഞ്ഞിട്ട് ഈ ഡോക്ടർ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്നും സ്വർണ്ണ മെഡൽ നേടിയിട്ട് മറ്റു ഹോസ്പിറ്റലുകളിലേക്കൊന്നും പോകാതെ ഇപ്പോഴും ആത്മകഥയിലെ സ്വർഗയിൽ ഒരു ചെറിയ ക്ലിനിക്കിട്ട് അവിടെ ഇപ്പോഴും അവിടെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആ മനുഷ്യൻ എന്നോട് എൻ്റെ മുമ്പിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മാഷെ, ഞാൻ എന്താ അവരോട് പറയേണ്ടത്? നിങ്ങളുടെ 3 വയസ്സുള്ള കുട്ടിക്ക് പീരീഡ്സായി എന്നാണോ? ഹോർമോൺ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി കളിക്കുന്നു, ജീനുകളിലും മറ്റേ ഹോർമോൺ ബാലൻസിലുമൊക്കെ എങ്ങനെ അട്ടിമറി സൃഷ്ടിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണിതൊക്കെ. അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ എത്രയോ കാലം അലഞ്ഞതിൻ്റെ വേദനയിൽ നിന്നാണ് ആത്മകഥ ഉണ്ടായിട്ടുള്ളത്. മാഷ് വിവിധ അനുഭവങ്ങൾ, വേദനകളൊക്കെ രേഖപ്പെടുത്തുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഒരു ചോദ്യമാണ് എനിക്ക് ശ്രീ അജയ് പി മാങ്ങാട്ടിനോട് ചോദിക്കാനുള്ളത്. വാർത്ത ഒരു ദിവസം കൊണ്ട്, അതിൻ്റെ ആയുസ് ഒരു ദിവസമാണെന്ന് പറയും. പക്ഷേ അതേ വാർത്ത ഒരു നോവലായി മാറുമ്പോൾ അത് തലമുറകളെ അതിജീവിക്കുകയാണ്. ഈ ഒരു ദിവസം കൊണ്ട് മറന്നുപോകുന്ന വാർത്തയാണ് തലമുറകളിലേക്ക് കൈമാറപ്പെടുന്ന നോവലുകളായി മാറുന്നത്. അപ്പോൾ ദേഹം എന്ന കൃതിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ദുഃഖത്തെ അനശ്വരമാക്കുന്ന പ്രവൃത്തിയാണോ നോവലിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ പത്രവാർത്തകൾ വച്ചിട്ട് നമ്മൾ ചില സാധനങ്ങൾ എഴുതാൻ നമുക്ക് ഒരു ഇത് വരും. പത്രവാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ വരുന്ന ചില സംഗതികളാണ്, പക്ഷെ അതിനെക്കുറിച്ചല്ല. ഇപ്പോൾ ദേഹം എന്നുള്ള നോവലിനെ ആധാരമാക്കിയിട്ടുള്ള ഒരു സംഭവം ഇന്ത്യയിൽ നടന്നതാണ്. അത് വർഷങ്ങളോളം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വന്നതും കൂടെയാണ്. ഗുജറാത്തിലെ സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഫേക്ക് എൻകൗണ്ടർ കേസാണ് അതിന് ആധാരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുകയാണ്. പക്ഷേ അത് ആ നോവലിൽ ഇവരെക്കുറിച്ച്, ഷെയ്ഖിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ എൻകൗണ്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നുമല്ല. അത് ശരിക്കും ഒരു സ്റ്റിമുലസാണ്. ആ നോവലിനെ, ആ സംഭവത്തിൽ ഈ സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് കേസിലെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയിലെ ഒരു ഇൻസിഡൻറ്റ് വച്ചിട്ടാണ്, ഒരു ഇൻസിഡൻ്റാണ് അതിനെ ട്രിഗർ ചെയ്ത്, അതിലെ കഥയെ ട്രിഗർ ചെയ്ത്. ബാക്കിയൊക്കെ നമ്മൾ ഭാവനയിൽ നിന്ന് എഴുതുന്നതാണ്. അപ്പോൾ ആ കേസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. 2017 ആ കേസ് സുപ്രീം കോടതി അതിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. അതായത് ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ പ്രതികളായിരുന്ന ഒരു കേസാണത്. അതായത് ഗുജറാത്തിലെ ഡി ജി പി തുടങ്ങി സാധാരണ SI മുതൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരെ അതിനകത്ത് ഒരു ഘട്ടത്തിൽ പ്രതിയായിരുന്നു. അമിത്ഷാ ഒരു ഘട്ടത്തിൽ അതിനകത്ത് പ്രതിയായിരുന്നു. 2014 അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് വെച്ചത്. എല്ലാവരും, അതിലെ എല്ലാ പ്രതികളെയും 2017 18 മറ്റോ സുപ്രീം കോടതി ഒരു വേർഡിക്റ്റിലൂടെ ആ കേസിലെ പ്രതികളെല്ലാവരും വിട്ടയച്ചു. അപ്പോൾ ആ കേസിനെ കുറിച്ചല്ല നോവല്. ആ കേസിൽ ഈ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഷെയ്ഖിനെ ഒരു രാത്രി ഒരു ബസ്സിൽ നിന്നാണ് രഹസ്യ പോലീസ്, ഗുജറാത്ത് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ അയാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കുള്ളൂ എന്നുള്ളൊരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരത്തിലാണ് അവർ ഈ വണ്ടി റൈഡ് പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. പക്ഷേ അയാളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അന്നേരം. ആ സ്ത്രീ വല്ലാതെ ബഹളം വെച്ചു, ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തു. പിന്നീട് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ സ്ത്രീയെക്കുറിച്ച് പിന്നീട് ഒരു വിവരമില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേസിൻ്റെ കുറ്റപത്രത്തിലോ ഒന്നിലോ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലോ ഒന്നുമില്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ ഈ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആ സ്ത്രീ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് അപ്രത്യക്ഷമാവുകയാണ്. എന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് പാരലായിട്ട് നടന്ന ഇൻവെസ്റ്റിഗേഷനിൽ പുറത്ത് വന്നിട്ടുള്ള സംഗതി.
അപ്പോൾ ഈ സ്ത്രീ ആരായിരുന്നു, എന്തായിരുന്നു ഷെയ്ഖുമായിട്ട് ഈ സ്ത്രീക്കുള്ള ബന്ധം, ഈ ഗുണ്ടയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു, അല്ലെങ്കിൽ അണ്ടർവേൾഡിൽ പ്രവർത്തിക്കുന്ന ഒരാളുമായിട്ടൊരു അദ്ദേഹമായിട്ട് അതേവരെ ബന്ധമില്ലായിരുന്നു, ആ മനുഷ്യനുമായിട്ട് അതേവരെ ബന്ധമില്ലായിരുന്ന ഈ കൗസർ ബി എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു വിചാരത്തിൽ നിന്നാണ് ഈ ദേഹം എന്ന നോവലിൻ്റെ ഒരു ബേസ് ഉണ്ടാവുന്നത്. പക്ഷേ ദേഹം അതിനെക്കുറിച്ചല്ല, നോവലിലെ സംഭവത്തെക്കുറിച്ചുമല്ല. കാരണം ഈ ഫേക്ക് എൻകൗണ്ടർ എന്നുള്ളത് ഒരു വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. നമുക്ക് അതിനെ ഒരു നോവലിൽ അങ്ങനെ അങ്ങ് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനകത്തെ ഒരു ട്രാജിക് എലമെൻറ്റ് എന്നുള്ളൊരു ഹ്യൂമൻ ട്രാജിക് എലമെൻറ്റ് നമുക്ക് ഫിക്ഷനാക്കാനും കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ സംസാരിച്ചിരുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയൊരു സംഗതി, നമ്മുടെ ബ്ലൈൻഡ്നെസ്, സരമാഗോൻ്റെ ബ്ലൈൻഡ്നെസ് എന്നുള്ള നോവലിൽ ഒരു രംഗമുണ്ട്. അത് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെ എപ്പിഡമിക്കായിട്ട് ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതാണല്ലോ അതിൻ്റെ ഒരു പ്രമേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരാൾക്ക് വരുന്നു, അതിനടുത്തിരിക്കുന്ന ആൾക്ക് വരുന്നു, അങ്ങനെ നമുക്ക് ഈ പകർച്ചപ്പനി പോലെ ബ്ലൈൻഡ്നെസ് വരികയാണ്. അങ്ങനെ ബ്ലൈൻഡ്നെസ് വരുമ്പോൾ ഈ ബ്ലൈൻഡ്നെസ് വന്ന ആളുകളെ എല്ലാവരെയും ഒരു ജയിൽ പോലെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു സ്കൂളിൽ കൊണ്ട് അടച്ചിട്ടിട്ട് പുറത്ത് പോലീസ് കാവൽ നിൽക്കുകയാണ് അവർ ചാടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. ചാടിപ്പോയ പകർച്ചവ്യാധി തടയാൻ വേണ്ടി ഐസൊലേറ്റ് ചെയ്തു അവരെ. ഇങ്ങനെ ഈ ഐസൊലേഷനിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഐസൊലേഷനിൽ കിടക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, കണ്ണ് കാണാൻ പാടില്ലാത്ത ആളുകൾ പരമ ദയനീയമായ അവസ്ഥയിൽ, നിസ്സഹായമായ അവസ്ഥയിൽ, നിരാലംബമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ പരസ്പരം സഹായിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ ക്രൈം നടക്കുന്നത് തന്നെ. അതിന് ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആളുകളിൽ തന്നെ ബലവാന്മാരായ ആളുകൾ അതിലെ ദുർബലരായ ആളുകളെ കീഴടക്കി ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ നോവലിൽ കാണുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ ബ്ലൈൻഡ്നെസ് നടിച്ചുകൊണ്ട് അയാളാണ് കഥ പറയുന്നത്. അയാളെല്ലാം കാണുന്നുണ്ട്, പക്ഷേ അയാൾക്ക് പറയാൻ പറ്റില്ല എനിക്ക് കാഴ്ചയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ആ സ്ത്രീയാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കഴിയുമ്പോഴും മനുഷ്യർ പരസ്പരം നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഭയങ്കരമായ ക്രൂരത കാണിക്കും. ക്രൂരത കാണിക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിലും ഭയാനകമായ ക്രൂരതകൾ കാണിക്കും എന്നുള്ളതാണ്. ഈ നോവൽ വന്നു കഴിഞ്ഞ ശേഷമാണ് ഒഡീഷയിൽ ഭൂകമ്പം ഉണ്ടാവുന്നത്. ഒഡീഷയിൽ ഭൂകമ്പം ഉണ്ടായ ഒരു വലിയ തോതിൽ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയും നശിക്കുകയൊക്കെ ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ ദുരിതാശ്വാസം പോലും എത്തുന്നത്. ദുരിതാശ്വാസം എത്തിക്കാൻ വേണ്ടി പോലീസും മറ്റുമൊക്കെ എങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കരമായ വയലൻസാണ് ഈ സമയത്ത് നടന്നിരിക്കുന്നത്. അതായത് ഈ ഭൂകമ്പത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥലത്ത്, മനുഷ്യർക്ക് ഒന്നിനും ഗതിയില്ലാത്തൊരു സ്ഥലത്ത് മാസ് റേപ്പ് നടക്കുന്നു, ഭയങ്കരമായിട്ടുള്ള കൊള്ളയടി നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ള മനുഷ്യന് ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ ആളുകൾ പരസ്പരം സഹായിക്കുകയല്ല. ഇതാണ് റിയാലിറ്റി എന്നുള്ളത്. ആ റിയാലിറ്റിയുടെ ഒരു എലമെൻ്റാണ് ശരിക്കും നമ്മൾ സാരമാഗോൻ്റെ നോവലിൽ നമ്മൾ കാണുന്നത്. അതേപോലെയുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മളൊരു നോവൽ എഴുതുമ്പോൾ നമ്മൾ കാണുന്ന പരശതം വാർത്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന്, അത് വാർത്ത വായിക്കുന്ന ഒരു വായനക്കാരനാണെങ്കിലും വാർത്ത പ്രോസസ്സ് ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ മനസ്സിലതെല്ലാം നിൽക്കുന്നില്ല. പക്ഷേ അതിലെ ചില എലമെൻറ്റ്സ്, ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കൊള്ളുന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചെറിയൊരു വാർത്തയായിരിക്കും. ഇപ്പോൾ നേരത്തെ മാഷിൻ്റെ ഒരു കഥയുടെ ആ ഒറിജിൻ മാഷ് പറഞ്ഞില്ല, പിന്നെ 3 മത്സ്യങ്ങൾ എന്നുള്ള അല്ലേ കഥയുടെ പത്രവാർത്തയുടെ ഒരു രണ്ട് മത്സ്യങ്ങളുടെ ഇതിൽ അതൊരു ചെറിയൊരു വാർത്തയെ ആ വാർത്ത സഹായിച്ചിട്ടുണ്ട്, ആ കഥയെ അല്ലെങ്കിൽ കഥയുടെ പിറവിക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ എടുത്തിട്ട് അതിനൊരു കലാവസ്തു ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ഫിക്ഷനിൽ അല്ലെങ്കിൽ ഒരു സിനിമയിലും അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങിലും ഒക്കെ നമ്മൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം, മാർക്കേസും ഹെമിൻവേയും ഒക്കെ പത്രപ്രവർത്തകരായിരുന്നു, എഴുത്തുകാരായിരുന്നു. ശ്രീ ഇന്ദുഗോപനോടാണ് എൻ്റെ ചോദ്യം. ഈ 2 കത്രികകളും തമ്മിൽ എന്താണ് വ്യത്യാസം? എഡിറ്ററുടെ കത്രിക തന്നെയാണോ എഴുത്തുകാരൻ്റെ കത്രിക? അതാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ വാർത്ത പലപ്പോഴും ഒരു നിസ്സഹായ അവസ്ഥയാണ്. അതാണ് സാധാരണഗതിയിൽ വായനക്കാരനിലേക്ക് നമ്മൾ വരുന്നത്, നമ്മൾ പേപ്പറിലേക്കൊക്കെ വരുന്നത്. കാരണം അതിനൊരു വാർത്ത സംസ്കരിക്കുന്നതിലൊരു ചട്ടക്കൂടുണ്ട്. അതിന് ഒരുപാട് തലം യാഥാർത്ഥ്യബോധത്തോടുകൂടി അതിന് പുറത്തു വരാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ ഞാനത് ഒരു ഉദാഹരണം പറയാം. ഒരു 90കളുടെയൊക്കെ അവസാനത്തിൽ കൊല്ലത്ത് ഈ തിരുവനന്തപുരത്ത് നെയ്യാറിൽ ഈ മുതലകൾ ഭയങ്കരമായിട്ട് ഈ അവിടുത്തെ തീരപ്രദേശ മനുഷ്യരെ, തീരമല്ല അവിടുത്തെ അതിൻ്റെ കരയിൽ താമസിക്കുന്ന മനുഷ്യരെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു റുട്ടീൻ വാർത്ത മാത്രമാണ്. പലപ്പോഴും ഇങ്ങനെ ആക്രമിച്ചു, ഒരു അരക്കോളം വാർത്ത മാത്രം, അല്ലെങ്കിൽ ഒരു കോളത്തിൽ ആക്രമണം. അപ്പം ജനം എന്തെങ്കിലും അതിനെതിരെ പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വാർത്ത, അത് ഒരു വാർത്തയുടെ ഒരു പരിമിതിയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഫീച്ചർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ
നമ്മൾ അതിൻ്റെ വൈകാരികതയിൽ നമ്മൾ നേരത്തെ ഇടപെടുക എന്ന് പറയുന്ന കണക്ക് ഇപ്പം അഭ്യാസ മാഷ പറഞ്ഞ കണക്ക് അതിനെ പിന്നീട് നോവലായി അതിനെ പരിവർത്തനം ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഞാനിതിൻ്റെ വേറെ രണ്ട് ഘട്ടത്തിലൂടെ കടന്നുപോയി. ഒരു എഴുത്തുകാരൻ, ഒരു പത്രപ്രവർത്തനം എന്ന രീതിയിൽ അല്ലാതെ തന്നെ എങ്ങനെ ഇതിനെ എങ്ങനെ സമീപിക്കാമെന്ന് ഞാൻ അവിടെ പോയി താമസിച്ചു. ഒരു പത്രക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല, അല്ലാതെ തന്നെ ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് പോയി താമസിച്ചു. അപ്പം അവിടുത്തെ പല മനുഷ്യരെയും കാണുമ്പോൾ നമ്മളെ പോലുള്ള മനുഷ്യരാണ്, നമ്മളെ തരയിലുള്ള മനുഷ്യർ. അപ്പോൾ വലിയ പാറയൊക്കെ തകർത്ത് അവിടെ കൃഷിയിടമാക്കിയ ഒരു മനുഷ്യൻ്റെ കൈ നമ്മൾ തോർത്ത് പിരിച്ചത് കണക്ക് ഈ മുതലകൾ കടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇത് ചെയ്യുക. വനം വകുപ്പിൽ തന്നെ ഈ മുതലകളുടെ മുട്ട എടുത്ത് കളയാനായിട്ടൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കയ്യേ ഉള്ളൂ. ഇങ്ങനെ അവിടെ നിരന്തരമായി ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവുക. നമ്മൾ പക്ഷെ ഇപ്പോൾ ആ വാർത്തയെ സംബന്ധിച്ച് വാർത്ത അധികം കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നമ്മൾ പരിസ്ഥിതിയുടെ തന്നെ വേറൊരു ഘട്ടമാണ്. ഇതിനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വേറൊരു ജീവിയാണ്, പരിസ്ഥിതിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ മനുഷ്യൻ തിന്നൊടുക്കി, നമ്മളെപ്പോലുള്ള മലയാളികളായ മനുഷ്യർ തിന്നൊടുക്കി. അപ്പം അതിൻ്റെ മേലെ ഉള്ള പ്രദേശത്ത് പോയി താമസിച്ച് അവരെ വിശ്വാസം വാങ്ങിച്ചിട്ട് എങ്ങനെയാണിതിനെ കൊല്ലുന്നതെന്ന് വെച്ചിട്ടൊരു അത് നമുക്കൊരു പത്രവാർത്തയായിട്ട് എഴുതാൻ പറ്റത്തില്ല. ആ പ്രദേശത്തുള്ള ആൾക്കാരെയും ഇവരെയൊക്കെ ബാധിക്കും അത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കൊന്ന ഒരു മുതല വേട്ടക്കാരൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയായിട്ട് ജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പകുതി ഫിക്ഷനും ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുക ഈ സംഗതി. പിന്നീട് നമ്മളതിലൊരു നോവൽ എഴുതുന്നു, ശരി. പക്ഷേ ഇതൊന്നും നോവലിൽ പോലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാതെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കി വെച്ച കണക്ക് ഇതിനെ കെട്ടിത്തൂക്കി നിർത്തുകയും ഇതിനെ തൊലി ഉരിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം മനുഷ്യൻ ഭക്ഷിക്കുന്നത് നമ്മൾ കാണുക. അപ്പോൾ അങ്ങനെ ഒരു വലിയ മനസ്സ് അങ്ങനെ വേറൊരു തരത്തിലേക്ക് ആൾക്കാരുടെ തന്നെ വേറൊരു സ്വഭാവം മാറ്റി എഴുതിയിരുന്നു. അപ്പം വാർത്തയും അതിൻ്റെ തോതും അതിനെ ഫിക്ഷനാക്കുന്നതും യഥാർത്ഥ ലൈഫിൽ ഉണ്ടാകുന്ന അവസ്ഥയും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ യാഥാർത്ഥ്യമായി ഇണങ്ങിപ്പോയി പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്ഷൻ റൈറ്റർക്ക് അങ്ങനൊരു ബാധ്യതയോ ഉപാധികളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇതൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് തന്നെ വേണമെങ്കിൽ വലിയ സാഹിത്യവും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ നേരത്തെ അജയ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു ഈ റൈറ്ററുടെ ഈ റിവർബറേഷൻ്റെ ഒരു തോതുണ്ട് ഈ ഫിക്ഷൻ റൈറ്ററുടെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റിൽ നമ്മൾ കയറുന്നു, അത് 250 കിലോ വരെ അത് താങ്ങും എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ 260 വരെ ഒക്കെ ആണെങ്കിലും അത് താങ്ങും. പക്ഷെ 300 ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിലേക്കുള്ളൊരു ഇതൊരു ബ്രെയിനിലത്തൊക്കെ ഉള്ളൊരു പിന്നെ ഇതാണല്ലോ, ഒരു ഇലക്ട്രിക് സംവിധാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ റിവർബറേഷൻ്റെ തോതിന് നമുക്ക് താങ്ങാനായിട്ട് കഴിയണം. ഇതിൻ്റെ മുകളിലത്തൊരു തോതും താഴത്തൊരു തോതും തമ്മിലുള്ള ഇതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സമാഹരിക്കുന്ന ഒരു അനുഭവ തലം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അപ്പോൾ അതിനെ ഈ വലിയ വ്യാപ്തിയിലേക്കും ചെറിയ വ്യാപ്തിയിലേക്കും ഒക്കെ ഈ അനുഭവ തലത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാനായിട്ടുള്ളൊരു ഉപാധിയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പിന്നെ ഈ വാർത്തയെ സംസ്കരിച്ചുണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഈ നോവൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ മുതലായി എന്ന് പറഞ്ഞാൽ ഞാനൊരു നോവൽ ഇതിനെ സംബന്ധിച്ച് എഴുതിയ സമയത്ത് ഞാനിങ്ങനെ അന്ന് എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന ഈ പ്രശസ്ത നിരൂപകനായിരുന്ന ശ്രീ KP അപ്പ സാറ് പറഞ്ഞ ഒരുണ്ട്. അപ്പോൾ പുള്ളി ഞാൻ വഴി വെച്ച് കണ്ടു, ഞങ്ങളൊരു നാട്ടുകാരാണ്, വഴി വെച്ച് കണ്ട് വഴിയിൽ നിന്ന് പുള്ളി 1 മണിക്കൂർ സംസാരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മിത്തുകൾ ശേഖരിക്കുക. മിത്തെന്ന് പറയുന്നൊരു സാധനം വെച്ചാൽ ഫിക്ഷൻ്റെ കുറച്ചും കൂടെ ഫോസിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ്. അതിനെ എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്യുക നിങ്ങൾ. അതാണ്, അല്ലാതെ നമ്മൾ ഫാക്റ്റിനെ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കണക്കുകളെ വെച്ച് മൃദുലപ്പെടുത്താനായിട്ടല്ല ശ്രമിക്കേണ്ടത്. ഫിക്ഷനാണ് അതിൻ്റെ ഈ ഫിക്ഷൻ റൈറ്ററുടെ ഏറ്റവും വലിയ ഉപാധി. പുള്ളി എന്നിട്ട് പറഞ്ഞു, എൻ്റെ ചെറിയ കൊച്ചിലെ കാലത്ത് അപ്പർ കുട്ടനാട്ടിലൊക്കെ മുതലകൾ അതിഭീകരമായിട്ടുണ്ടായിരുന്നു. ഈ പ്രോസസ്സ് വഴി തന്നെയാണ് അവിടെയും ഇത് ഇല്ലാതാവുന്നത്. അപ്പോൾ അന്ന് അപ്പ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചെറിയ കാലത്തിൽ ഈ മുതലകൾ പിന്നെ മരം കയറും ആയിരുന്നു എന്ന് അങ്ങനൊരു മിത്ത് കുട്ടനാട്ടിലൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. മുതലകൾ മരം കയറും, മരത്തിൽ കയറിപ്പോയത്. അപ്പം പുള്ളി ഞാൻ ഒരിക്കലും അത് കണ്ടു ഈ ഒരു സംഗതി. അതെന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടനാട്ടിലൊക്കെ ഈ പുഴയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ചരിഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ അകത്തേക്ക് ഈ മുതല ചരിഞ്ഞ് കയറും. അതിനൊരു 40 ഡിഗ്രി വരെയൊക്കെ ഉള്ള താഴ്ചയുള്ള കയറിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറി കിടക്കും ഇത് ചാരി ചെയ്തേ. അപ്പം അത് കണ്ടിട്ടാണ് ഈ ആൾക്കാർ പറഞ്ഞത് മുതല ഇത് കയറുന്നു. ശരിയാണ്, അത് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഇതാണ് ഈ ഫിക്ഷൻ്റെ അവസ്ഥയും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. യാഥാർത്ഥ്യമെന്ന് തോന്നുകയും
എന്നാൽ നമ്മളിപ്പോൾ 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മേലെ അല്ല ഇത് കയറുന്നത്. പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളീ പറഞ്ഞ കണക്കുള്ള വാർത്ത, ഫിക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ സംസ്കരണ രീതി, ഇതെല്ലാം പരസ്പരം ഇണങ്ങിക്കിടക്കുന്ന ഒരു കാര്യം. ഞാനതിൻ്റെ പിന്നെ ശംഖുമുഖി എന്ന് പറഞ്ഞൊരു കഥ എഴുതാനായിട്ട് വരുന്നൊരു സംഗതി എന്ന് വെച്ചാൽ, തിരുവനന്തപുരത്തെ ഈ പല ഗുണ്ടകൾ അവരുടെ ജീവിത രീതികളൊക്കെ എനിക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇവർ തന്നെ പറയുന്നതോ അല്ലാതായിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് ഒരുപാടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ആ സംഭവം അത് എഴുതാനായിട്ട് പുറപ്പെടുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ വന്നിട്ട് ഈ ഗുണ്ടകളുടെ ജീവിത രീതി ഇതൊക്കെ വെച്ചിട്ട് ഒരു ഫിക്ഷൻ ഒരു പരമ്പര എഴുതുന്ന സമയത്ത് അയാൾ ഒരു ഗുണ്ടയുടെ വീടിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ്. അപ്പോൾ അതിനെ തരംതിരിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ വീടകത്തുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഇവരുടെ കൂട്ടാളിയൊക്കെ താമസിക്കാനായിട്ടൊരിതുണ്ട്, ഒരു നോമാൻസ് ലാൻഡ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. ആ ആർക്കിടെക്ചറാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ. അപ്പം ഫിക്ഷനോ റിയാലിറ്റിയോ എന്നുള്ളതല്ല, അതിൻ്റെ ചില എലിമെൻറ്റ്സാണ് നമ്മളെ ഈ വാർത്തയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ഫിക്ഷനിലേക്ക് മാറ്റുന്ന ഒരു ഘടകം എന്ന് പറയാനാണ് ആഗ്രഹിച്ചത്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ മാഷ്കോ അജയ് പി മങ്ങാടിനോ എന്തെങ്കിലും? അത് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കേണ്ട സമയമായി. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ദു അവനോട് ചോദിച്ചില്ല. അതായത് ഇതിൽ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം, ഒരു പത്രക്കാരോട് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പത്രഭാഷയിൽ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഫിക്ഷൻ എഴുതുന്നു. അപ്പോൾ ഇത് ഫിക്ഷൻ എഴുതാനൊരു ഉപകാരമാണോ തടസ്സമാണോ എന്നുള്ളൊരു സംഗതി. അല്ലെങ്കിൽ ഭാഷയുടെ കാര്യത്തിൽ ഭാഷ എങ്ങനെ, രണ്ടിൻ്റെ ഭാഷ വ്യത്യസ്തമാണല്ലോ. നമ്മളിപ്പോൾ നമ്മൾ എഴുതുന്ന ഭാഷ, പത്രത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയും നമ്മളൊരു സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരാൾ നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 6, 7, 8 മണിക്കൂർ ഒരാൾ ഒരു ഭാഷ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് പോയിട്ട് അയാൾ അതേ ഭാഷ ഉപയോഗിച്ചിട്ടൊരു കഥയോ നോവലോ ഒരു സ്ക്രീൻ റൈറ്റിങ്ങോ നടത്തുന്നു എന്നുള്ളതാണ്. ഇതൊരു ഒരേ ടൂൾ ഉപയോഗിച്ചിട്ട് രണ്ട് തരത്തിലുള്ള എഴുത്ത് ഒരു മനുഷ്യന് സാധ്യമാണോ എന്നുള്ള ചോദ്യം എപ്പോഴും ഇങ്ങനെ പലർക്കും തോന്നാറുണ്ട്. ഇത് ശരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ ശരിക്കും അത് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ആ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ, ഇപ്പോൾ ഡീസലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് ആ വണ്ടിയിൽ അതേ ഇതിൽ തന്നെ ഡീസൽ ടാങ്കിൽ തന്നെ പെട്രോൾ അടച്ച് ഓടിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ് അത്. നമ്മളൊരു പ്രത്യേക ശൈലി, ഒരു പത്രഭാഷ എന്നൊക്കെ ഉള്ള ഒരു ശൈലിയിൽ നമ്മൾ എഴുതിയിട്ട് നമ്മൾ വേറൊരു ഘട്ടത്തിൽ അതേ മനുഷ്യൻ തന്നെ ഈ ലാംഗ്വേജിൻ്റെ മോഡ് മാറ്റുന്നു എന്നുള്ളതാണ്. നമ്മളത് ഒരു സാഹിത്യ ഭാഷയിലേക്ക് മാറുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ശരിക്കും അതിലൊരു വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്ദുവൻ അത് വളരെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് ഭാഷയും, പത്രഭാഷയും നന്നായിട്ട് എഴുതുന്നു, സാഹിത്യ ഭാഷയും നന്നായിട്ട് എഴുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറച്ച് പ്രോബ്ലമാറ്റിക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഴുതാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ഒരു സൂപ്പർഫാസ്റ്റ് ബസ് ഓടിച്ചു പോകുന്ന ഒരു ഡ്രൈവർ, അയാൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുന്നവരെ വഴിയിൽ വേറെ ഒന്നും അയാൾ കാണുന്നില്ല. അയാൾ വണ്ടി അപകടം ഉണ്ടാക്കാതെ സുരക്ഷിതമായിട്ട് എല്ലാ സ്റ്റേഷനിലും നിർത്തി കൃത്യമായ സമയത്ത് സമയബന്ധിതമായിട്ട് ഓടിച്ച് കാസർഗോഡ് എത്തിക്കുക എന്നുള്ളതാണ് അയാളുടെ ദൗത്യം. ആ പോകുന്ന വഴിക്ക് മഴ പെയ്യുന്നതോ ഒരു മഴവില്ല് വിരിയുന്നതോ ഒന്നും അയാൾ കാണുന്നില്ല. പക്ഷേ യാത്രക്കാരന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം യാത്രക്കാരനും ഡ്രൈവറും ആയിരിക്കുക എന്നുള്ള ഒരു ജോലി നമ്മൾ ഈ ലാംഗ്വേജിന് മേളിലാണ് പ്രയോഗിക്കുന്നത്. വ്യക്തി ലാംഗ്വേജിന് മേളിൽ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇന്ദുവൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക്. അല്ല, അജയ് ഇക്കാര്യത്തിൽ എൻ്റെ ഒരു അമ്മണിപ്പിള്ള വെട്ടുകേസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അവതാരിക എനിക്ക് എഴുതിയത് അജയ്യാണ്. അപ്പോൾ അജയ് എനിക്ക് അവതാരികകൾ എൻ്റെ പുസ്തകത്തിൽ വളരെ അപൂർവമായിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരാൾ അജയ് ആയിരുന്നത്. ഞാനതിൻ്റെ അകത്ത് ഭാഷയെ സംബന്ധിച്ച് എനിക്കിത് രണ്ടും വിഭിന്നമായൊരു സംഗതിയല്ല. രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സംഗതി. കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ ബിസിനസ് എന്നിരിക്കെ, മറ്റത് ഞാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വിധേയനാണ്. നമ്മളിപ്പം ഇൻവേർട്ടഡ് പിരമിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള സാധനങ്ങൾ ആദ്യം എഴുതുക. അപ്പം പിന്നെ പത്രം എന്ന് പറയുന്നൊരു വലിയ ചട്ടക്കൂട്, ഇതിനെ നമ്മൾ വിടർത്തി മാറ്റിയതിന് ശേഷം പോകുന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനമാണ് ഈ ഭാഷ വെച്ചിട്ടുള്ളൊരു സംഗതി.
ഇതിൻ്റെ പെർസ്പെക്റ്റീവ് എനിക്ക് തീരുമാനിക്കാം. എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പത്രപ്രവർത്തന ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അതല്ല. അപ്പം നമ്മളെ അതിനെ അതിലംഘിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ടല്ലോ. മറ്റൊന്നും ഒരു 30 സെൻറ്റിമീറ്റർ സ്റ്റോറി അല്ല 40 സെൻറ്റിമീറ്റർ സ്റ്റോറി ഇതിൻ്റെ അകത്ത് നിന്ന് വരിക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ലോങ് ടെക്സ്റ്റാക്കി മാറ്റുക. പക്ഷേ ലോങ് ടെക്സ്റ്റാക്കി മാറ്റുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു 30 സെൻറ്റിമീറ്ററിനെ ഒരു 300 സെൻറ്റിമീറ്ററാക്കി 300 സെൻറ്റിമീറ്ററാക്കി മാറ്റുമ്പോഴും നമ്മുടെ ചട്ടക്കൂട് വലുതാവുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വായനക്കാരൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ലാതാവുന്നില്ല. വായനക്കാരൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എന്ന് പറയുന്നത് പിന്നെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ചട്ടക്കൂട് വലുതാവുന്ന എൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് 10 ഇരട്ടിയായി മാറുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ വായിക്കുന്ന ആളിന് ഈ പറഞ്ഞ കണക്ക് അയാളുടെ ആയുസ് എന്ന് പറയുന്നത് 10 ഇരട്ടി ഇല്ല ഈ ഒരു സംഗതി. അപ്പോൾ ഈ ഒരു ഗ്രാഹ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കിതിനെ ഒന്ന് ദൈർഘിപ്പിക്കാനായിട്ട് സ്വയമേ ഒരു ജ്ഞാനം ഉള്ളിൽ വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ മതിയാവും. അംബികാസുധൻ സാറിനോട്, പിന്നെ ഒരു ദുഷ്കരമായ റിയാലിറ്റീസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള അനുഭവഭേദ്യങ്ങളിൽ നിന്ന് നോവലുകൾ എഴുതിയിട്ടുള്ള ആളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ ഭാഗങ്ങളിലൂടെയൊക്കെ ഞാനും സഞ്ചരിച്ചിട്ടുണ്ട്. എൻമകജ, കാട്ടുകുക്ക, ഹരിബദിയടുക്ക സ്വദേശിയാണ്. ഹലോ, കുറച്ച് നീട്ടിപ്പിടിക്കും. ഓക്കെ. അനുഭവഭേദ്യങ്ങളിൽ നിന്നാണല്ലോ കൂടുതൽ നോവലുകൾ എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം ഇത്തരം ദുഷ്കരമായ റിയാലിറ്റീസ് ആണല്ലോ ഈ ഫിക്ഷൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫിക്ഷണലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പരിമിതികൾ ഏതൊക്കെയാണ്? അത്തരം പരിമിതികൾ എങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എൻമകജ ഉൾപ്പെടെയുള്ള ഒരുപാട് രചനകൾ അത് അവിടെ നടക്കുന്ന സമരങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള രചനകളാണ്. എഴുത്ത് ഒരു സമരപ്രവർത്തനമാണ് എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പം ആ നിലക്ക് തന്നെയാണ് എൻ്റെ രചനകളെല്ലാം വരുന്നത്. നമ്മുടെ മുമ്പിലുള്ളൊരു റിയാലിറ്റിയെ ഫിക്ഷനാക്കി മാറ്റുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒരു എഴുത്തുകാരനെ നേരിടുന്നുണ്ട്. അത് എഴുത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു അയഥാർത്ഥമായിട്ടുള്ളൊരു കാര്യത്തെ ഫിക്ഷനാക്കി മാറ്റുമ്പോൾ ആ പ്രശ്നം എഴുത്തുകാരനില്ല. നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയം എഴുതാൻ അത് ഫിക്ഷനാക്കി മാറ്റുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ ആ പുസ്തകത്തിൽ ഞാൻ കൂടുതൽ ചരിത്രവും സയൻസും പറയുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഫിക്ഷൻ്റെ ഒരു തേൻ പുരട്ടിയിട്ട്, അല്ലെങ്കിൽ വായനക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിൽ ഫിക്ഷൻ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ കൺതുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്രമം ഞാൻ ചെയ്യുന്നത്. ഇതിഹാസങ്ങളിൽ നിന്നും ചില കഥാപാത്രങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഈ സയൻസ് കുറേ അധികം വരുമ്പോൾ വായനക്കാരെ മടുപ്പിക്കുമോ എന്നൊരാശങ്ക എനിക്ക് എഴുതുന്ന കാലത്തുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് അങ്ങനെ ഇല്ല, വായനക്കാരത് പ്രശ്നമില്ലാതെ എടുക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിമിതികൾ എഴുത്തുകാരനെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ മറികടക്കാൻ പറ്റിയാൽ നല്ലത്, അല്ലെങ്കിൽ അതൊരു കരട് പോലെ നിൽക്കും. ശ്രീ ഇന്ദുഗോപൻ സാറിനോടാണ്. ഈ പുലിമുരുകൻ സിനിമയിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് കടുവയാണെങ്കിലും, അല്ലെങ്കിൽ കടുവ ഭീഷണിയാണെങ്കിലും അതിൻ്റെ പ്രമേയം പുലിമുരുകൻ എന്നാണ് പേരിട്ടത്. അതുപോലെ നെയ്യാർ ഡാം പ്രദേശത്ത് പോയി താമസിച്ചു വളരെ ആഴത്തിൽ ആ വിഷയത്തെ സമീപിച്ച ഒരാളെന്നുള്ള നിലയിൽ ആ ഡാമിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് ചീങ്കണ്ണികളാണ്, മുതലകളല്ല. അപ്പം മുതല എന്ന് ബോധപൂർവം താങ്കൾ ആ തരത്തിൽ അവതരിപ്പിച്ചതാണോ? അതായത് ഫിക്ഷൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടി അവതരിപ്പിച്ചതാണോ? വാസ്തവത്തിൽ ചീങ്കണ്ണികളാണ് അവിടെ ഉള്ളത്, മുതലകളല്ല. നമ്മളിപ്പം സാമാന്യഗതിയിൽ മുതലകൾ എന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ചീങ്കണ്ണി തന്നെയാണ്. ഇപ്പം അത്രയൊരു വകഭേദത്തിൻ്റെ വ്യത്യാസം സാധാരണഗതിയിൽ നമ്മൾ മുതല എന്നാണല്ലോ സാധാരണഗതി പറയുന്നത്. അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു ചോദ്യം, വാർത്തകൾ നോവലാവുമ്പോൾ നമ്മുടെ എപ്പോഴും ഹ്യൂമൻ സെൻട്രിക്കാണ്. ഏതൊരു കഥയും ഏതൊരു സൃഷ്ടിയും മനുഷ്യനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ച് എഴുതാറുള്ളൂ, ദുഃഖിച്ചെഴുതാറുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് ലോകത്താകെ
ഡെമോക്രസിക്ക് പകരം കോസ്മോക്രസി എന്ന് പറഞ്ഞൊരു ഐഡിയകൾ. ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഉയർന്ന ഒരു പ്രകൃതി ബോധമാണത്. അവൻ താമസിക്കുന്ന ചുറ്റുപാടുകളുടെ മൃഗങ്ങളെയൊക്കെ അതിനെ വൈകാരികമായി സമീപിച്ചിട്ട് അവരുടെ ജീവിതങ്ങളെ കൂടെ കാണിക്കുക. അപ്പോൾ അത് നോവലിൻ്റെ ക്യാൻവാസിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ ഇതുവരെ അങ്ങനെ ചെറിയ ശ്രമങ്ങളല്ല. ഈ ലൈഫ് ഓഫ് പൈ, ഈ ആൻമാർട്ടലിൻ്റെ ലൈഫ് ഓഫ് പൈയിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായി ഒരു കടുവ ആ ഒരു ബോട്ടിൽ കാനഡ വരെ എത്തുമ്പോൾ, ഇവിടുന്ന് കാനഡ വരെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ കടുവ എന്ത് ഭംഗിയായിട്ടൊരു മനുഷ്യ എന്താ പറയുക, കൂടിച്ചേരൽ അല്ലെങ്കിൽ അവരുടെ സഹജീവിതം നമുക്ക് കാണാൻ കഴിയും. അതുപോലുള്ള ഒരു സമീപനം ഈ മലയാള നോവലിസ്റ്റുകൾക്ക് എടുത്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥകളും നോവലുകളും തീർച്ചയായിട്ടും മനുഷ്യ കേന്ദ്രിതമല്ല. എന്മകജയായാലും മല്ലോഹലനായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുറുമി അവസാനിപ്പിക്കുന്നത് മനുഷ്യനിവിടെ അധികപ്പറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാതാളത്തവളകൾ നിറയെ പൊങ്ങി വരുന്ന സമയത്ത് റിസർച്ച് ചെയ്യുന്ന ആളെ അധ്യാപകൻ അവിടെ നിന്നും മാറ്റുന്നതാണ്. മനുഷ്യനിവിടെ അധികപ്പറ്റാണ്. പ്രകൃതിക്ക് പറ്റിയൊരു വലിയ തെറ്റാണ് മനുഷ്യനെന്നാണ് 2 മത്സ്യങ്ങളിൽ പറയുന്നത്. എന്മകജ അവസാനിപ്പിക്കുന്നത് ഭൂമിയുടെ ഗർഭപാത്രം പോലെയുള്ള വലിയ ഗുഹയിലേക്ക് എല്ലാ ജീവികളും കടന്നു വരുമ്പോൾ, മനുഷ്യൻ സ്ത്രീയും പുരുഷനും കടന്നു വരുമ്പോൾ ഗുഹ പറയുന്നത് അരയിൽ ചുറ്റിയ ജീർണത, അരയിലെ വസ്ത്രം മാറ്റിയിട്ട് മാത്രമേ അകത്തേക്ക് വരാൻ പാടുള്ളൂ. പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി തിരിച്ചു വരണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മനുഷ്യൻ അകത്ത് വരുമ്പോൾ എല്ലാ ജീവജാലങ്ങളും അവിടെ നോഹയുടെ പെട്ടകം പോലെ അവിടെ കൂടിയിരിപ്പുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ എല്ലാ ജീവജാലങ്ങളുടെ ഒപ്പം ഇരിക്കാനുള്ള യോഗ്യതയെ മനുഷ്യനുമുള്ളൂ എന്ന് പറയുമ്പോൾ ഒട്ടും മനുഷ്യ കേന്ദ്രിതമല്ല ഞാൻ എഴുതുന്ന മിക്കവാറും എല്ലാ കഥകളും നോവലുകളും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എഴുതുന്ന ധാരാളം എഴുത്തുകാർ മലയാളത്തിൽ ഉണ്ട്. ബഷീറും കുഞ്ഞിരാമൻ നായരും ഒക്കെയാണ് ഞങ്ങളുടെ ഗുരുക്കന്മാർ. എത്രയോ പേരുണ്ട് മലയാളത്തിൽ എന്നുകൂടി പറയട്ടെ. തീർച്ചയായിട്ടും അത് കുറേ കൂടെ വരേണ്ടതല്ലേ എന്ന സന്ദേഹം തീർച്ചയായിട്ടും ഞാനും ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു എഴുത്ത് കൂടുതൽ സജീവമായിട്ടുണ്ടാവേണ്ടതുണ്ട്. ഒരു ചോദ്യം സമയമുള്ളതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. ഇന്ന് മയ്യനാട് ഇരുവിപുരം പ്രദേശത്താണ് ഇന്ദുബാബു സാറിൻ്റെ ബാല്യകാലം എന്നറിയാം. കാക്കനാടൻ്റെയൊക്കെ അയൽവാസിയായിരുന്നു മനസ്സിലാക്കുന്നു. ആ എഴുത്തിൻ്റെ ഒരു സ്വാധീനവും താങ്കളിലില്ല. താങ്കൾ തികച്ചും മറ്റൊരു ചാനലിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ അക്കാര്യം ഒന്ന് പരാമർശിച്ചാൽ കൊള്ളാം. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, മണിയൻ പിള്ളയുമായി ബന്ധപ്പെട്ട് ഒരിക്കലൊരു കാര്യം സംശയം മുമ്പേ മനസ്സിൽ കിടക്കുന്നതാണ്. ആ ഫീച്ചറുകൾ എപ്പോഴും ആരെപ്പറ്റിയാണെങ്കിലും അവരെ അറിയാതെ തന്നെ അവരറിയാതെ അവരെ മഹത്വവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ. പക്ഷേ ഈ ഫീച്ചർ മനോരമയിലാകുന്ന ഫീച്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആത്മകഥയുടെ പിന്നീട് വന്ന പുസ്തകമല്ല. ആ ഫീച്ചർ വന്നതിന് ശേഷം ഞാൻ ഫിംഗർ ബ്യൂറോ ജോലി ചെയ്യുന്ന ആളാണ്. മണിയൻ പിള്ളയുടെ ഫിംഗർ പ്രിൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾ അതിനുശേഷം മോഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അയാളത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ വസ്തുതയാണ്. കാരണം നോ ഫിംഗർ പ്രിൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ അൺലെസ് ദേ ആർ മെയ്ഡ് ബൈ ദ സെയിം ഫിംഗർ ഓഫ് ദ സെയിം പേഴ്സൺ. ഞങ്ങൾക്കത് ഒബ്ജക്റ്റീവായിട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അയാൾ വീണ്ടും മോഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ആ വസ്തുത അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് അറിയാമെങ്കിൽ അത് പക്ഷേ ഒരു സാഹിത്യ സംബന്ധിയായ ചർച്ചയിൽ വരേണ്ടതല്ല. പക്ഷേ എങ്കിൽ പോലും ഇല്ലല്ല, അതിൽ എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒരു കള്ളൻ്റെ ലൈഫ് സ്റ്റോറി എഴുതുക, അല്ലെങ്കിൽ കള്ളൻ അയാളുടെ ജീവിതം എഴുതുക എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. കേരളത്തിന് ഇതിനു മുമ്പും മൂസെന്ന് പറഞ്ഞൊരു കള്ളനെക്കുറിച്ച് ജനകീയത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ പല ഇതുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഇദ്ദേഹം മോഷണത്തിൽ ഏർപ്പെട്ടു എന്ന് 10-13 കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തവണ ചാർത്തപ്പെട്ടു. അപ്പോൾ അതിൽ ഞാനും ആ സമയങ്ങളിൽ ചില വിചാരണകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം എഴുതിയതിന് ശേഷമല്ല അദ്ദേഹം ഈ നിങ്ങൾ ഈ പറയുന്ന സംഗതിയിലേക്ക് വന്നത്. പുസ്തകം അച്ചടിച്ച് വന്നതിന് ശേഷമുള്ള ഇത്രയുള്ള കാലത്തിനിടയിൽ ഈ കേരളത്തിലുള്ള വായനക്കാർ തന്നെയാണ് അയാളെ കൈപിടിച്ച് കൊണ്ട് നടന്നിട്ടുള്ളതും. അയാൾക്ക് മോഷണം അദ്ദേഹത്തിൻ്റെ വ്യംഗ്യമായൊരു ചോദന എന്നുള്ള രീതിയിൽ പുള്ളി നടത്താതിരിക്കുന്നതും പുള്ളി എടുത്തു. പക്ഷേ അതിനുശേഷം ഒരു ആരോപണം ഉണ്ടാവാതിരിക്കുകയും ഒരു സാമ്പത്തികമായൊരു കാര്യമായ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ അങ്ങനൊരു പരിവർത്തനമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഈ പറയുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ അതിൽ കോടതിയിൽ വരികയും
അത് പിന്നെ ഒരു ഇദ്ദേഹം 2-2.5 വർഷം അതിനുശേഷം ഇതിൽ കിടന്നു എന്നുണ്ടെങ്കിലും ആ വിധി എന്ന് പറയുന്നത് 1 വർഷത്തോളം കണ്ട് 1 വർഷത്തെ പിന്നെ 1 വർഷം ശിക്ഷ വെച്ചതിന് ശേഷം അത് നേരത്തെ ജയിലിൽ കിടന്ന 2 വർഷമായിട്ട് കണക്കാക്കി പുള്ളിയെ പിന്നീട് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ അതിൻ്റെ കേസിൻ്റെ പകർപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ട് താനും. പുള്ളി എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് ഈ സംഗതി. പുസ്തകം ഇറങ്ങിയതിന് ശേഷമുള്ള 10-18 വർഷത്തെ ഒരു ജീവിതത്തിൽ കേരളത്തിലെ ഈ ഞാൻ പറഞ്ഞില്ലേ വായനക്കാർ വെച്ചിട്ടോ അല്ലാതെയോ അയാൾക്ക് അതിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു. പുള്ളി അത് ചെയ്തിട്ടുമില്ല, പിന്നീട് ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എനിക്കറിയാവുന്നത്.